ഹായ്. അപ്പോൾ നമ്മൾ ചെറുപ്പം മുതൽ സ്കൂളിലൊക്കെ പഠിച്ചു വരുന്ന ഒരു കാര്യമാണ് അല്ലേ, പ്രതിജ്ഞ. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്, ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രയത്നിക്കും. അങ്ങനെ ഒരുപാട് നമ്മൾ പ്രതിജ്ഞ ചെയ്യണ്ടേ സ്കൂളിൽ പോയ വഴിക്ക് പറയുന്നതാണത്. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥന ചെല്ലും. അപ്പോൾ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ പ്രാധാന്യം കൂടി ഇപ്പോൾ ചെറിയ കുട്ടികളോടാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് തൊട്ടേ ഇത് സ്റ്റാർട്ട് ചെയ്യണത് അല്ലേ. അപ്പോൾ അവരൊക്കെ ഇതിൻ്റെ ആ ഒരു പൂർണ്ണത എങ്ങനെയാണ്, എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണോ, അതോ ഇത് വെറുതെ ഒരു ദിവസേനയുള്ള ഒരു നിത്യം നമ്മൾ ഉപയോഗിക്കുന്ന വെറുതെ ഒരു വചനം അല്ലെങ്കിൽ ഒരു വേർഡ്സ് ആണോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രയത്നിക്കും, ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിക്കും എന്നൊക്കെ പറയുന്ന ഇപ്പോൾ ആരും അത് പറയാത്ത ആളുകളില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവരും ചെറുപ്പം മുതൽ ഇത് കേട്ടിട്ടാണ് വളരുന്നത്. അപ്പോൾ ഞാനൊരു പോയിൻ്റ് പറയുകയാണ് കേട്ടോ. നമ്മൾ ഈ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തി, നമ്മൾ മേടിച്ചുപയോഗിച്ച് നമ്മളെ പരിചയപ്പെടുത്തി മറ്റുള്ളവരെ കൊണ്ട് അതിൻ്റെ ആ ഒരു ഗുണം അറിയിച്ച് അവരെ കൊണ്ട് മേടിക്കുക. അങ്ങനെ നമ്മളെ ഒരു കമ്മ്യൂണിറ്റി, നമ്മുടെ രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള, ഏറ്റവും എളുപ്പവുമായിട്ടുള്ള ഒരു പ്രയത്നമാണത്. ഓക്കെ. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ മേടിച്ചുപയോഗിക്കുന്നത് വഴി നമ്മുടെ രാജ്യത്തെ ഉയർച്ച നമ്മൾ കണ്ട് ആസ്വദിക്കാം. നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം അപ്പോൾ എല്ലാവരിലേക്കും അത് എത്തിച്ചു കഴിയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഉയർച്ച നമ്മളറിയാതെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അപ്പോൾ ഓരോരുത്തരും എത്രത്തോളം ചിന്തിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, ഇന്ന് കാലത്ത് മുതൽ വൈകിട്ട് ഉറങ്ങുന്നത് വരെ മേടിച്ചുപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നതാണോ? പോയിൻ്റാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. വിദേശ ഉൽപ്പന്നങ്ങളല്ലേ നമ്മൾ മേടിച്ചുപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാനും മേടിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ തന്നെയാണ്. എനിക്കതൊന്നും അറിയില്ലായിരുന്നു. അറിഞ്ഞപ്പോൾ ഞാനിപ്പോൾ അതൊന്നും മേടിക്കണില്ല. നമ്മളങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എന്നാലും ഞാനത് ഒന്ന് ഇട്ടുവെന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അതും കൂടി ഒന്ന്, ഇപ്പോൾ ഇത് എനിക്ക് വലിയ അറിവുകളോ അങ്ങനെ ഒന്നും എനിക്കില്ല. എന്നാലും എൻ്റെ വാക്കുകൾ ആരുടെയെങ്കിലുമൊക്കെ ഉള്ളിലൊന്ന് തട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ് കേട്ടോ. കാരണം നമ്മളുടെ രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി നമുക്ക് പ്രയത്നിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള, ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗ്ഗമാണ് നമ്മളുടെ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ മേടിച്ചുപയോഗിച്ച് നമ്മൾ നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവരെ അത് അറിയിച്ചു കഴിഞ്ഞാൽ ഇതിലും വലിയൊരു നന്മ ഉണ്ടോ എന്നെനിക്കറിയില്ല. നമ്മൾ നല്ല ആരോഗ്യത്തോടു കൂടി എല്ലാവരും ഇരിക്കട്ടെ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടെ എല്ലാവർക്കും നന്മ വരട്ടെ. എന്നെ വിളിക്കാം. നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും സന്തോഷ, സമാധാന, ആയുരാരോഗ്യ, സാമ്പത്തിക സ്വാതന്ത്ര്യം എല്ലാവരും ആഗ്രഹിക്കും അല്ലേ. അപ്പോൾ ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് കൈ കോർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. എല്ലാവരും നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കട്ടെ എന്നിട്ടുള്ള പ്രാർത്ഥനയോടെ. താങ്ക് യു.